നാളെ കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. രാവിലെ 10:45 പരിപാടികൾ. 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും ഒരു പാസഞ്ചർ ട്രെയിനും ഫ്ളാഗ് ഓഫ് ചെയ്യും. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, 10:45 പ്രധാനമന്ത്രിയുടെ തലസ്ഥാനത്തെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഏതെല്ലാം ചടങ്ങുകളിലാണ് അദ്ദേഹം പങ്കെടുക്കുക? ബിജെപിക്ക് കേരളത്തിൽ ആദ്യമായി മേയർ ഉണ്ടായ തിരുവനന്തപുരത്തിന് വാരിക്കോരിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകാൻ പോകുന്നത്. നാളെ 10:45 തിരുവനന്തപുരം നഗരത്തിൽ വിവിധ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനം, ഉദ്ഘാടനം, ഫ്ളാഗ് ഓഫ് എന്നിവ പ്രധാനമന്ത്രി നിർവഹിക്കും. പ്രധാനമന്ത്രി 4 പുതിയ ട്രെയിൻ സർവീസുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. 3 അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും ഒരു പാസഞ്ചർ ട്രെയിനും ഇതിൽ ഉൾപ്പെടുന്നു. നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് എക്സ്പ്രസ്, തിരുവനന്തപുരം താമ്പരം അമൃത് ഭാരത് എക്സ്പ്രസ്, തിരുവനന്തപുരം ചാർലപ്പള്ളി അമൃത് ഭാരത് എക്സ്പ്രസ്, തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ എന്നിവയാണ് പ്രധാനമായും പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പ്രധാനമന്ത്രി സ്വനിധി ക്രെഡിറ്റ് കാർഡ് പദ്ധതി തിരുവനന്തപുരത്ത് അദ്ദേഹം ആരംഭിക്കുന്നു, ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. തെരുവ് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം, അതും വിശേഷിച്ച് തിരുവനന്തപുരത്തെ തെരുവ് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വായ്പ എടുക്കുന്നതിനും കച്ചവടം വിപുലീകരിക്കുന്നതിനുമുള്ള ഇത്രയും വലിയൊരു സൗകര്യം മറ്റൊരിടത്തു നിന്നും കിട്ടാനുള്ള ഒരു വഴിയില്ല. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ കേരളം ബിജെപിക്ക് നൽകിയതിന്റെ പ്രത്യുപകാരം ബിജെപി നൽകി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് CSIR നിഫ്റ്റ് ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് എന്റർപ്രണർഷിപ്പ് ഹബ്ബ് സ്ഥാപിക്കുന്നതിനുള്ള ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിക്കും. തിരുവനന്തപുരത്തെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അത്യാധുനിക റേഡിയോ സർജറി സെന്ററിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിക്കും. പ്രധാനമന്ത്രി പൂജപ്പുര ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ വാരിക്കോരിയാണ് തിരുവനന്തപുരത്തിന് നൽകാൻ പോകുന്നത്. നാളെ അദ്ദേഹം കേരളത്തിൽ എത്തും. 10:45 പരിപാടികൾ ആരംഭിക്കുന്നത്. ഓക്കെ ശ്രീകാന്ത്.